സജീവൻ നോക്കൂ, പൊന്നാനിയിൽ 5.77% വോട്ട് കുറഞ്ഞു. അങ്ങനെ 69.21 വോട്ടിംഗ് ശതമാനം കുറഞ്ഞു, പോളിംഗ് കുറഞ്ഞു. മലപ്പുറത്ത് 2.59 72% കുറഞ്ഞു. നോക്കൂ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിരുന്നല്ലോ ഈ ഒരു രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ പ്രധാനപ്പെട്ട വേദി, അല്ലെങ്കിൽ പരസ്യമായ ഏറ്റുമുട്ടലിൻ്റെ പ്രധാനപ്പെട്ട വേദി. ഈ 4-ാം തീയതി റിസൾട്ട് വരും. റിസൾട്ട് വരുമ്പോൾ ഈ വിഷയത്തിൽ കുറച്ചുകൂടി ഒരു ഗൗരവമായിട്ടുള്ള ചർച്ചകൾ നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് വെച്ചാൽ അത് റിസൾട്ടിനെ ഇമ്പാക്റ്റ് ചെയ്യൂ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ലീഗ് നേതാക്കന്മാരും സമസ്തയിലെ തന്നെ ലീഗ് അനുകൂല നിലപാടെടുക്കുന്ന നേതാക്കന്മാരും ഒക്കെ വളരെ രൂക്ഷമായ രൂപത്തിൽ പ്രതികരിക്കുന്നത് തന്നെ ഇത് തെരഞ്ഞെടുപ്പിനെ ഏതെല്ലാമോ തരത്തിൽ ബാധിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ നമുക്കറിയാം, സമസ്തയിൽ തന്നെ രണ്ട് അഭിപ്രായമുള്ള ആളുകളുണ്ട്. ലീഗ് അനുകൂലികളുണ്ട്, ലീഗ് വിരുദ്ധമായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികളിൽ ഇപ്പോൾ BJP അവർ തന്നെ പറയാറുള്ള ഇതനുസരിച്ച് BJPയിലും പിന്നെ NDFലും ജമാഅത്തെ ഇസ്ലാമിയിലും പെടുന്ന ആളുകളല്ലാത്ത ആളുകൾ എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടെന്നാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, അങ്ങനെ പല ആളുകളുണ്ട്. അപ്പോൾ അതിൽ പക്ഷേ നേരത്തെ ഫസൽ ഗഫൂർ പറഞ്ഞ പോലെ മഹാഭൂരിപക്ഷവും ലീഗ് അനുകൂലികളാണ്. അത് ഈ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള സമയത്തിന് ഇപ്പോൾ 2021 ഇത് സമസ്തയുടെ കുറേ ആളുകൾ ഒരു നിലപാട് പരസ്യമായി പറഞ്ഞിരുന്നു. ഉമർ ഫൈസിയും മുക്കം തന്നെ പറഞ്ഞിരുന്നല്ലോ. അതിൻ്റെ കുറേ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ അത് ഇത്തവണ കുറച്ചുകൂടി രൂക്ഷമാകുമെന്നുള്ളൊരു ഭയം ലീഗ് അനുകൂല സമസ്ത വിഭാഗക്കാർക്കും ലീഗുകാർക്കും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് കാരണം കൂടിയുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി MV ജയരാജൻ മുക്കത്തെത്തിയിട്ട് ഉമർ ഫൈസിയുടെ വീട്ടിലെത്തി അരമണിക്കൂറിലേറെ സംസാരിച്ചിട്ട് അതിനെക്കുറിച്ച് ഉമർ ഫൈസി പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം ഞങ്ങളോട് നന്ദി പറയാൻ വന്നതാണ്. ഞങ്ങൾ കുറേ അദ്ദേഹത്തിന് എന്തെല്ലാമോ അദ്ദേഹം LDFന് അനുകൂലമായിട്ടുള്ള എന്തെല്ലാം ഉപകാരം ചെയ്തു എന്നുള്ള തോന്നൽ കൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രശ്നമുണ്ട്. റിസൾട്ട് വരുമ്പോൾ ഇത് വലിയ തരത്തിൽ ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിൽ ബാധിച്ചാൽ, പല മണ്ഡലങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടായാൽ അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. സജീവൻ, അവിടെയാണ് പ്രശ്നം. നോക്കൂ, സാധാരണഗതിയിൽ നമ്മളിപ്പോൾ അതിർത്തിയിൽ വലിയ കമ്പിവേലി കെട്ടും. അത് രാജ്യാന്തര അതിർത്തിയിൽ മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും തമ്മിലുള്ള അതിർത്തിയിൽ തന്നെ നമ്മൾ വലിയ രീതിയിലുള്ള കമ്പി വല കണ്ടിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ കഴിയാത്ത നിലയിലുള്ള കമ്പിവേലി. ഇവിടെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള CPM ആ കമ്പിവേലി അങ്ങോട്ട് എടുത്തു മാറ്റുന്നു, എന്നിട്ട് സോഫ്റ്റ് ആക്കുന്നു. അത് ലീഗിനോടുമുണ്ട് ആ തരത്തിലുള്ള സോഫ്റ്റ്നെസ്. സമസ്തയോട് പ്രത്യേകിച്ചുണ്ട്. 2016 പിണറായിക്ക് അനുകൂലമായ റിസൾട്ട് കിട്ടി, 2021 പിണറായിക്ക് അനുകൂലമായ റിസൾട്ട് കിട്ടി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രധാനമായും പിണറായി വിജയൻ ഈ സംസ്ഥാനത്ത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ച വിഷയം CA അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണെന്നുള്ളതാണ്. ഇങ്ങനെ സോഫ്റ്റാക്കി ഇടുന്നത് കൊണ്ട് ഇപ്പോൾ നേരത്തെ ഡോക്ടർ ഫസൽ ഗഫൂറിൻ്റെ അഭിപ്രായം കേട്ടില്ലേ, അധികം അങ്ങോട്ട് അടുക്കാൻ പോകണ്ട, നിങ്ങൾക്ക് ദോഷമേ ചെയ്യൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം. പക്ഷേ പിണറായി വിജയൻ അങ്ങനെയല്ല കരുതുന്നത്. സോഫ്റ്റാക്കി ഇടുക, പതുപതുത്ത നിരത്തിലൂടെ കടന്നു വരാൻ ഈ സമസ്തയ്ക്കും അല്ലെങ്കിൽ ഒരു ലീഗിലെ എന്താ പറയുക ഒരു ഹാർഡ് കോർ അല്ലാത്ത വിഭാഗത്തിനും അതിലൂടെ കടന്നു വരുമെന്നാണോ LDF കരുതുന്നത്? അതിൻ്റെ റിസൾട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണോ കരുതേണ്ടത്? തീർച്ചയായിട്ടും നമ്മളത് 2021 വളരെ കൃത്യമായി കണ്ടാണല്ലോ. ഭരണവിരുദ്ധ വികാരം അതിരൂക്ഷമായിട്ടുണ്ടായിരുന്ന ഒരു കാലത്താണ്. പിണറായിക്കെതിരെ പോലും, പിണറായിയുടെ വകുപ്പിനെതിരെയും പിണറായിയുടെ ഓഫീസിനെതിരെ ഉൾപ്പെടെ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കാലത്താണ് ഈ സമസ്തയുടെ നിലപാടിലൊരു മാറ്റം വരുന്നത്. പരസ്യമായിട്ട് ഉമർ ഫൈസി തന്നെ പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോടും LDFനോടൊന്നും വിരോധമൊന്നുമില്ല എന്ന്. അതുകൊണ്ട് നമ്മളിത് കണ്ടു, 8 സീറ്റ് കൂടുതൽ, അതിന് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ 8 സീറ്റ് കൂടുതലാണ് LDFന് കിട്ടിയത്. അത് LDFനോടുള്ള ആളുകളുടെ വലിയ ചായ്വ് കൊണ്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആളുകൾ അന്ധമായിട്ട് വിശ്വസിച്ചുകൊണ്ടൊന്നുമല്ല. വലിയ പ്രതിസന്ധി ആ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പോലും ഇങ്ങനെ നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് അത് സമസ്ത എടുത്ത നിലപാട്, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് BJP അവരിപ്പോഴും പറയുന്ന കാര്യങ്ങൾ BJPയെ നേരിടാൻ പറ്റുന്നൊരു പാർട്ടിയാണ്. അല്ലാതെ എല്ലാവരും പിന്തുണയ്ക്കുന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഏറ്റവും വലിയ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ ഇവിടെ കടുത്ത ശത്രുവായിട്ടുള്ള BJP ഇവിടെ ക്ലച്ച് പിടിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള ഇതിൽ അവർ ഒരു പക്ഷേ നിലപാട് മാറ്റി എടുത്തിട്ടുണ്ടാവാം. അതല്ലാതെ പൂർണ്ണമായിട്ട് ഇപ്പം
സമസ്തയുടെ അതേ രീതിയിലുള്ള ഇപ്പോൾ നേരത്തെ ഫസൽ ഗഫൂർ ഇവിടെ പറഞ്ഞ പോലെ വളരെ ശരിയാണത്. കാരണം മുസ്ലിം സ്ത്രീകൾ മത്സരിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് സൗത്തിൽ ലീഗ് സ്ഥാനാർത്ഥി തോറ്റത്? അത് തോൽക്കുന്നതിന് കാരണം സമസ്തയുടെ നിലപാട് തന്നെയാണ്. വനിതാ സ്ഥാനാർത്ഥിയാണ് നിന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ അവിടെ INL ജയിക്കാൻ സാധ്യതയില്ലായിരുന്നു. അല്ല, അതൊക്കെ ഇടതുപക്ഷം വകവെച്ച് കൊടുക്കുന്നത് ഗുണകരമായിരിക്കില്ല അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്നാണ് ഡോക്ടർ ഫസൽ ഗഫൂർ പറയുന്നത്. ഈ മുസ്ലിം സ്ഥാനാർത്ഥിയുടെ മാത്രം പ്രശ്നമല്ല ശ്രീ സജീവൻ. ഒരു വേദി ഉണ്ടാകുമ്പോൾ അവിടെ മുസ്ലിം സ്ത്രീകൾക്ക് മുമ്പിൽ ഇരിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അവിടെയാണ് ഫസൽ ഗഫൂർ തന്നെ പറഞ്ഞുള്ള പോലെ കമ്മ്യൂണിസം അല്ലല്ലോ ഇപ്പോൾ, മാർക്സിസം ലെനിനിസം ആണോ? നികേഷിന് അറിയാമല്ലോ, മാർക്സിസം ലെനിനിസം ആണോ കൃത്യമായിട്ടും ഇവിടെയുള്ള ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ CPIM ഉൾപ്പെടെ പിന്തുടരുന്നതാണോ? ഇപ്പോഴത്തെ എനിക്കറിയാവുന്ന ഇപ്പം എൻ്റെ വീട്ടിനടുത്ത് പോലും പള്ളി കമ്മിറ്റിയുടെ സാരഥ്യം വഹിക്കുന്നത് CPM ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം അത് സ്വാഭാവിക നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ പിടിച്ചെടുക്കാൻ പറ്റും. ആ നിലയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി